വിപണിയിലെ കനത്ത ഇടിവിനിടെ ഒരു നിക്ഷേപ അവസരം നോക്കാം. 3 മാസത്തിനിടെ രണ്ടാമത്തെ IPOയുമായി എത്തുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ. സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് CMPDI എന്ന കോൾ ഇന്ത്യയുടെ ഉപകമ്പനിയുടെ IPO ഓപ്പണായിരിക്കുകയാണ്. മാർച്ച് 24 വരെ IPOയ്ക്ക് അപേക്ഷിക്കാം. ജനുവരിയിൽ ഉപകമ്പനിയായ ഭാരത് കോക്കിംഗ് കോളിനെയും കോൾ ഇന്ത്യ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഭാരത് കോക്കിംഗ് കോൾ IPO ലഭിച്ചവരുടെ നിക്ഷേപ തുക ഇരട്ടിയോളം വളരുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ പ്രതിസന്ധിയുടെ ആശങ്ക നിലനിൽക്കുന്നതിനാൽ CMPDIയുടെ IPOയിലും നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. IPOയുടെ വിശദവിവരങ്ങൾ പരിശോധിക്കാം. കൽക്കരിയുടെയും ധാതുക്കളുടെയും ഖനനത്തിനാവശ്യമായ കൺസൾട്ടൻസി അടക്കം സേവനങ്ങൾ കോൾ ഇന്ത്യക്ക് നൽകുന്ന കമ്പനിയാണ് CMPDI. ഈ മേഖലയിൽ 50 വർഷത്തെ ചരിത്രമുണ്ട് കമ്പനിക്ക്. പൂർണ്ണമായും ഓഫർ ഫോർ സെയിലിലാണ് CMPDI ഓഹരികൾ കോൾ ഇന്ത്യ വിപണിയിൽ വിൽക്കുക. 163 രൂപ മുതൽ 172 വരെയുള്ള പ്രൈസ് ബാൻഡിലാണ് IPO വരുന്നത്. 80 ഓഹരികളുടേതാണ് ഒരു ലോട്ട്. 10% അഥവാ 184 കോടി രൂപയുടെ ഓഹരികൾ നിലവിൽ മാതൃകമ്പനിയായ കോൾ ഇന്ത്യയുടെ ഓഹരി ഉടമകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കോൾ ഇന്ത്യയ്ക്ക് ഈ IPOയിലൂടെ 1842 കോടി രൂപ ലഭിക്കും. 3.2 കോടി രൂപ മാത്രമാണ് 10.71 കോടി ഓഹരികൾക്കായി കോൾ ഇന്ത്യയ്ക്ക് ചെലവായിരുന്നത്. IPOയിലൂടെ 57,233% വൻ ലാഭമാണ് കോൾ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സാരം. സാമ്പത്തിക അടിസ്ഥാനങ്ങൾ കൂടി പരിശോധിച്ചാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 3 പാദങ്ങളിൽ 1489 കോടി രൂപയുടെ വരുമാനവും 425 കോടി രൂപയുടെ ലാഭവും CMPDI നേടിക്കഴിഞ്ഞു. ഗ്രേ മാർക്കറ്റിൽ 194 രൂപയാണ് CMPDIയുടെ പ്രീമിയം. ലിസ്റ്റിംഗിൽ 13% നേട്ടം അതിനാൽ പ്രതീക്ഷിക്കാവുന്നതാണ്.